ഇതിനെ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും, ചവറ്റുകുട്ടയിലെറിയും. എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഈ കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഭാഗമായി ഒരു തുകയും കൈപ്പറ്റിയിട്ടില്ല. പി എം ശ്രീ പ്രശ്നം ഉയരുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. കേരളത്തിനകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ കേരളത്തിനകത്തെ വിദ്യാഭ്യാസ മേഖലയെ, ഞാനത് ഇച്ചിരി ഇതായി പറയുകയാണ്, വിദ്യാഭ്യാസ മേഖലയെ വല്ലാതെ ഇടപെട്ട് മാറ്റം ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിനകത്ത് UDF ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പഠിച്ചിരുന്ന സ്കൂൾ പോലും, മുമ്പ് പഠിച്ചിരുന്ന സ്കൂൾ പോലും പൂട്ടേണ്ട അവസ്ഥ വന്നു. ഒരുപാട് കുട്ടികൾ സ്വകാര്യ സ്കൂളുകളിലേക്ക് ഇടം പിടിക്കേണ്ട അല്ലെങ്കിൽ മാറി പോകേണ്ട സ്ഥിതിയിലേക്ക് പോയി. എന്താ കാരണം? സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമില്ല, കൃത്യമായ പഠന സംവിധാനം ഒരുക്കുന്നില്ല, പാഠപുസ്തകം കൊടുക്കുന്നില്ല, എക്സാമുകൾ കൃത്യമായി നടത്തുന്നില്ല. വല്ലാതെ സ്കൂളുകൾ മെച്ചപ്പെടാതെ പുറകിലേക്ക് പോയി. പൊതുമേഖലയാണ് അവിടെ തകർച്ചയിലേക്ക് പോകുമ്പോഴാണ് ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുന്നത്. ആ ഗവൺമെൻറ് ഏറ്റവും അധികം സമ്പത്ത് അല്ലെങ്കിൽ വരുമാനം ചിലവാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് സ്കൂളുകളിലാണ്. കാരണം വരും തലമുറയാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള കർഷകൻ്റെ, തൊഴിലാളിയുടെ ഒക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ മെച്ചപ്പെടുത്തണം. ആ സ്കൂളുകളെ ഹൈടെക് ആക്കണം. കാരണം കണ്ണിഞ്ചിപ്പിക്കും വിധത്തിലേക്കുള്ള സ്കൂളുകളായി മാറുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും ഒരേ തലത്തിൽ, പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരേ തലത്തിൽ പഠിക്കുക, അതൊരു കമ്മ്യൂണിസ്റ്റ് ആശയം കൂടിയാണ് അതിൻ്റെ ഭാഗത്തിലൂടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ ആ നിലയിലേക്ക് സ്കൂളുകളെ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, വലിയ സാമ്പത്തികമായി ഒന്നിനൊരു കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയാം, പ്രളയം വന്നു, കോവിഡ് വന്നു, ഇതെല്ലാം കടന്നു വരുമ്പോഴും പല സ്റ്റേറ്റുകളും സാമ്പത്തികമായി പിരിമുറുക്കമുണ്ടാകുമ്പോഴും അവിടെയെല്ലാം പ്രളയ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രളയത്തിൽ എവിടെയൊക്കെ ഈ രാജ്യത്തിനകത്ത് പ്രളയം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വല്ലാത്ത സഹായം ഉണ്ടാകുമ്പോഴും ഈ കേരളത്തിൽ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം നടന്ന വയനാട് ദുരന്തത്തിൽ പോലും പ്രധാനമന്ത്രി വന്ന് കുഞ്ഞിനെ തലോടിയിട്ട് പോയതല്ലാതെ ഒരു തുകയും നമ്മളെ സഹായിക്കാൻ, പിന്നീട് കടമായിട്ടാണ് തന്നത്, അത് തിരിച്ചടയ്ക്കണം. ഈ നിലയിലേക്കാണ് സമീപനം സ്വീകരിച്ചത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളും മെച്ചപ്പെടുത്തലുകളും അതിന് തടസ്സപ്പെടുത്താൻ നമുക്ക് അവകാശപ്പെട്ടതാണ് ചോദിച്ചത്, മറ്റൊന്നുമല്ല. നമുക്ക് അവകാശപ്പെട്ട തുക പോലും കേന്ദ്രം അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്നും എടുക്കുന്ന നികുതി തുക അല്ലെങ്കിൽ GST, ആ GSTയുടെ അനുപാതികമായി കേരള സർക്കാരിന് വരേണ്ട തുക അത് പല ഘട്ടങ്ങളിലായി തടഞ്ഞു വെക്കുകയാണ്. അത് വിദ്യാഭ്യാസ രംഗത്തും തടഞ്ഞു വെക്കുകയാണ്. ആ തടഞ്ഞു വെച്ചതിൽ അതിൽ മാറ്റമുണ്ടാകണം. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ കരിക്കുലത്തിലൊന്നും മാറ്റം വരുന്നില്ല. നമ്മൾ PM ശ്രീ അതിനകത്തൊരു ഒപ്പിടൽ നടത്തുന്നു എന്നുള്ളതിനപ്പുറം ഒരു കാരണവശാലും ഇതിൽ നെഹ്റുവിൻ്റെ പേര് വെട്ടിമാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഗാന്ധിയുടെ പേര് വെട്ടിമാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇന്ത്യയുടെ സമരചരിത്രങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒരു ഭാഗവും വെട്ടിമാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. പകരം വേണമെങ്കിൽ അതിൽ കുറച്ചുകൂടി പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യൂ. അതിൻ്റെയൊക്കെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പ്രത്യേകമായി ഇത്തരം ചരിത്രങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായ ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനകത്ത് സമീപനം സ്വീകരിച്ചത്. PM ശ്രീ അതിൽ ഒപ്പിട്ടു. പക്ഷേ എന്നാൽ പൊതുവായി ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഉയർന്നു വന്നു. ആ വന്നതിൻ്റെ ഭാഗമായി തന്നെ നമ്മളതിൻ്റെ ഭാഗമായി ഒരു തുകയും കൈപ്പറ്റിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഒക്ടോബറിലാണ് ഒപ്പിടുന്നത്. ആ ഒക്ടോബറിൽ ഒപ്പിട്ടത് 20 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനെ അവിടെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കത്തയക്കുകയും അത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വന്ന ഈ സാഹചര്യത്തിൽ UDFൻ്റെ, കോൺഗ്രസിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഇതിനെ ഞങ്ങൾ അറബിക്കടലിൽ വലിച്ചെറിയും, ചവറ്റുകുട്ടയിലെറിയും. എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയെല്ലാം പറഞ്ഞവരാണ് PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചവറ്റുകുട്ടയിലെറിയും, അറബിക്കടലെറിയും എന്ന് പറഞ്ഞ ആളുകൾ. അങ്ങനെ പറയുക മാത്രമല്ല, അത് പറഞ്ഞോട്ട് ചോദിച്ചു എന്നുകൂടി വേണമെങ്കിൽ പറയേണ്ടി വരും. അങ്ങനെ കൂടിയാണ് ഈ 102 സീറ്റിൻ്റെ ഭാഗമായി അവർ കയറിയത് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നത്? PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ പരിശ്രമിച്ച് സർക്കാർ കൂടുതൽ ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണേണ്ടത്, ഇതിപ്പോൾ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം ഈ കാലയളവിൽ കുറഞ്ഞിട്ടുണ്ട്.
അത് എനിക്ക് ഇത്തരത്തിലൊരു സംശയാസ്പദം ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടൊരു അധ്യാപകനുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്, പ്രൈവറ്റ് സ്കൂളുകൾ കൂടുതൽ മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒന്നാണ്. അത് ഈ പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ തന്നെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ PM ശ്രീയിൽ ഈ പറഞ്ഞ നിലപാട് ഇപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് എടുക്കേണ്ടി വരുന്നു? ഇപ്പോൾ അവർക്കതിലൊരു പ്രശ്നമില്ല, ഇപ്പോൾ അതിനൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നതുമില്ല. ഞങ്ങൾ ഒപ്പിട്ടാലേ അവർക്ക് സാമ്പത്തികമായി കിട്ടുകയെന്നുള്ളൂ.